വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി. ഇനി 6 മാസം കൊണ്ട് SSLC +2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റന്റ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിക്കൊപ്പം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഇതിൽ ഇപ്പോൾ ഒട്ടനവധി വിദ്യാർത്ഥികൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകളൊക്കെ ചെയ്യുന്നുണ്ട്. മാത്രമല്ല വിദ്യാർത്ഥികളെ കൂടുതൽ എൻഗേജ് ചെയ്യുന്ന തരത്തിലുള്ള ഒരുപാട് പരിപാടികളും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവർ നടത്തുന്ന യൂത്ത് ഫെസ്റ്റിവൽസും സ്പോർട്സും എല്ലാം ഒരുപാട് ആളുകളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ്. ഇനി പറയാൻ വേണ്ടി പോകുന്നത് ഇതേ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് വന്ന മറ്റൊരു അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം എന്ന് നമുക്ക് പറയാം. അതെന്താണെന്നല്ലേ? യെസ്, ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് അതിനെക്കുറിച്ചാണ്. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദിസ്. 10ാം ക്ലാസ്സും ഡിപ്ലോമയും ഉള്ളവർക്ക് ഒരു യൂണിവേഴ്സിറ്റിയിൽ ബിരുദ പ്രവേശനം നൽകുകയാണ്. അതും നമ്മളിപ്പോൾ പറഞ്ഞ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ. യെസ്, ഞാൻ പറഞ്ഞത് ശരിയാണ് കേട്ടോ. നിങ്ങളൊരു 10ാം ക്ലാസ് കഴിഞ്ഞ് ഡിപ്ലോമ 2 വർഷത്തെ ഡിപ്ലോമ ഉള്ള ആളാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി പ്രവേശനം ചെയ്യാൻ പറ്റും. അതായത് അവരുടെ അടുത്ത അഡ്മിഷൻ പ്രൊസീജിയറിൻ്റെ ഭാഗമാകാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ 10ാം ക്ലാസ്സിന് ശേഷം ചുരുങ്ങിയത് 2 വർഷം ദൈർഘ്യമുള്ള ഏതെങ്കിലും ഡിപ്ലോമ കോഴ്സുകൾ പൂർത്തിയാക്കിയവർക്കാണ് ഇത്തരത്തിലുള്ള ഒരു ആനുകൂല്യം അല്ലെങ്കിൽ അവസരം ലഭിക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഡിപ്ലോമ എന്ന് പറയുന്നത് ഗവൺമെൻറ് ICTE അംഗീകൃതമായിട്ടുള്ള AICTE അംഗീകൃതമായിട്ടുള്ള ഡിപ്ലോമ ആയിരിക്കണം. അത്തരത്തിൽ ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ ആളുകൾക്കാണ് ഇത്തരത്തിലൊരു അവസരം ഉപയോഗിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഡിപ്ലോമ പൂർത്തിയാക്കിയവർക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ബിരുദ പ്രോഗ്രാമുകളിലേക്ക് നേരിട്ട് പ്രവേശനം നേടാം എന്ന ഒരു പുതിയ നോട്ടിഫിക്കേഷനുമായിട്ടാണ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 10ാം ക്ലാസ് മാത്രം കഴിഞ്ഞ് ഡിഗ്രി അല്ലെങ്കിൽ ഡിഗ്രി അല്ല, ഡിപ്ലോമ കഴിഞ്ഞ ആളുകൾക്ക് ഡിഗ്രി എടുക്കാനുള്ള അവസരം ഒരുക്കണ്ടേ? ആ അവസരമാണ് ഇവിടെ യൂണിവേഴ്സിറ്റി നൽകിയിരിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കാൻ സാധ്യതയുള്ളൊരു തീരുമാനമാണ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് വന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒഫീഷ്യലായിട്ടുള്ള നോട്ടിഫിക്കേഷൻ യൂണിവേഴ്സിറ്റി പുറത്തിറക്കി കഴിഞ്ഞു. ആക്ച്വലി നാഷണൽ ക്രെഡിറ്റ് ആൻഡ് ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് പ്രകാരം 10ാം ക്ലാസ്സിന് ശേഷമുള്ള 2 വർഷത്തെ ഡിപ്ലോമ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റിനൊപ്പം അക്കാഡമിക് ലെവൽ 4 കണക്കാക്കുന്നതിനാലാണ് ഈ സുപ്രധാന തീരുമാനം യൂണിവേഴ്സിറ്റി എടുത്തതെന്നാണ് പറയുന്നത്. അതായത് നിങ്ങളിപ്പോൾ 10th കഴിഞ്ഞതിന് ശേഷം 2 വർഷത്തെ ഡിപ്ലോമ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ആക്ച്വലി ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ അക്കാഡമിക് ലെവൽ 4 കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം ഇവർ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് എപ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു അവസരം ലഭിക്കുക? അത് 2026 തന്നെയാണെങ്കിൽ ഏത് മാസത്തിലാണ് ഇത്തരത്തിലുള്ളൊരു അവസരം ലഭിക്കുക എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. 2026-27 അധ്യയന വർഷത്തെ, അതായത് ഈ ഒരു 2026-27 അധ്യയന വർഷത്തിലെ ജൂലൈ സെഷൻ മുതലുള്ള പ്രവേശനം, ജൂലൈ സെഷനിൽ വരുന്ന അഡ്മിഷൻസിനായിരിക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ബിരുദ പ്രവേശനത്തിന് മാത്രമായിരിക്കും കേട്ടോ ഈ ഡിപ്ലോമ സർട്ടിഫിക്കറ്റുകൾ പരിഗണിക്കുന്നത്. അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിലേക്കുള്ളതല്ല, മറിച്ച് ഗ്രാജുവേഷൻ ലെവലിലേക്കുള്ള അഡ്മിഷൻ പ്രൊസീജിയറിലാണ് 10ാം ക്ലാസ്സും ഈ പറയുന്ന 2 വർഷത്തെ, അതും ഗവൺമെൻറ് ആൻഡ് ഓൾസോ AICTE അംഗീകൃതമുള്ള ഡിപ്ലോമ സർട്ടിഫിക്കേഷനോട് കൂടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് 2026-27 അധ്യയന വർഷത്തെ ജൂലൈ സെഷൻ പ്രവേശനത്തിൻ്റെ ഭാഗമാകാൻ സാധിക്കുന്നതാണ്. സോ ഹയർ സെക്കൻഡറിക്ക് തുല്യമായിട്ടുള്ള പൊതുവായ തുല്യതാ സർട്ടിഫിക്കറ്റായി മറ്റ് ആവശ്യങ്ങൾക്കോ തൊഴിലിനോ ഇതെന്ത് ചെയ്യാൻ പറ്റില്ല, ഉപയോഗിക്കാൻ സാധിക്കില്ല. മറിച്ച് നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് പ്രധാനമായിട്ടും എന്തിനാണ്, നിങ്ങൾക്ക് ബിരുദ പ്രവേശനത്തിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു പുത്തൻ അവസരമാണ്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +2 എടുക്കാതെ ഏതെങ്കിലും വിദ്യാർത്ഥികൾ ഡിപ്ലോമ ചെയ്തിട്ടുണ്ട് എന്നാണെങ്കിൽ ആ ഡിപ്ലോമ ഗവൺമെൻറ് അംഗീകൃതമാണ്. അതിനോടൊപ്പം തന്നെ AICTE അംഗീകൃതമാണെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ 2026-27 ജൂലൈ സെഷനിലുള്ള അഡ്മിഷൻ്റെ ഭാഗമാവാൻ സാധിക്കും. സോ നല്ലൊരു അവസരമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഒരുപാട് പേര് ഇപ്പോഴും
ഈ ഒരു അഡ്മിഷൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ 10ാം ക്ലാസ് മാത്രം കഴിഞ്ഞതുകൊണ്ട് പഠിക്കാൻ പറ്റാത്ത സങ്കടത്തിൽ നിൽക്കുന്നുണ്ടെന്ന് നമുക്കൊക്കെ അറിയാം. അവർക്കുള്ള അവസരമാണ്. സോ ഡോണ്ട് സ്കിപ്പ് ദിസ്. ഇതാരും സ്കിപ്പ് ചെയ്യരുത്. ഗോ ഫോർ ഇറ്റ് ആൻഡ് മേക്ക് യുവർ കരിയർ, ആ ഒരു കരിയർ കൂടുതൽ ഫ്രൂട്ട്ഫുൾ ആക്കി മാറ്റാൻ വേണ്ടി സാധിക്കുക. ഫോർ മോർ ഡീറ്റെയിൽസ് യു ക്യാൻ കോൺടാക്ട് എസ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഡീറ്റെയിൽസും നമ്പേഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഓൾ ദി ബെസ്റ്റ്. ആൻഡ് ഇനിയും നിങ്ങൾക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും സഹായകരമായിട്ടുള്ള ഒരു എഡ്ടെക് പ്ലാറ്റ്ഫോമാണ്. കേരളത്തിലെ ആദ്യത്തെ ഓൺലൈൻ ഡിഗ്രി പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമായ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. സോ ഓൾ ദി ബെസ്റ്റ് എവ്രി വൺ ആൻഡ് താങ്ക് യു സോ മച്ച്.